അങ്ങനെ എന്തായാലും നമ്മൾ വീണ്ടും വീട്ടുജോലിയൊക്കെ ആയിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്. കുപ്പിവളം എല്ലാം കെട്ടി വെച്ചതെന്ന് വെച്ചാൽ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകണുണ്ടായിരുന്നു. ഞാൻ അല്ലാതെ ആ ഒരു ബേസ് ബോർഡിനകത്ത് ഞാൻ അങ്ങനെ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം പറക്കി കെട്ടിയൊക്കെ വെച്ച് ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതുവരെ ഒന്നും അടുപ്പിൽ തീ കത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം പറക്കിയൊക്കെ മാറ്റി വെളിച്ചെണ്ണ ഒഴിഞ്ഞ കുപ്പി അതുമൊക്കെ മാറ്റി വെച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകി പറക്കാൻ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി സോപ്പിട്ടെല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഹാപ്പി ആണെങ്കിൽ വെളിയിൽ ഇറങ്ങിപ്പോയോ ഇല്ലെന്ന് അറിയാൻ വയ്യ. പിന്നെ ഇതിനിടയ്ക്ക് ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കതക് അടച്ച് അടുക്കളയിലോട്ടൊക്കെ കയറ്റിയിട്ടുണ്ട്. പൂച്ച അവിടെ നിൽക്കുന്നതിനെ കൊണ്ട് പൂച്ചയുടെ അടുത്തോട്ട് ഇറങ്ങിപ്പോവും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലുള്ള അടുക്കള പണിയുണ്ടല്ലോ. ഇപ്പോൾ പാചകം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകി പറക്കുന്ന കാര്യത്തിലാണെങ്കിൽ എനിക്ക് വീട്ടുജോലിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ അന്ന് നമ്മൾ ആ പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുത്തത്. വേറെ എന്തെങ്കിലും ജോലിയായിട്ടൊക്കെ നമ്മൾ നോക്കാമെന്ന് വെച്ചാലും അതെനിക്ക് മനസ്സിന് അങ്ങനെ ഒരു പിടിക്കുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ല. കാരണം കൈവഴക്കും അതുപോലെ തന്നെ നമ്മളെ മനസ്സിന് ഇണങ്ങിയ ഒരു ജോലിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്ന കാര്യം അന്ന് തീരുമാനം എടുത്ത് പിന്നീട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ ഇപ്പോഴും ഞാനിത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളെ വീട്ടുജോലി ഉണ്ടല്ലോ, ചിലർക്കാണെന്നുണ്ടെങ്കിൽ വീട്ടുജോലി ചെയ്യുന്നത് ഇഷ്ടമല്ലെന്ന് പറയും, പാചകം ഇഷ്ടമല്ലെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ അടുക്കളയിൽ നമ്മൾ രാവിലെ വന്ന് അടുക്കള കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലുള്ള വലിയ ഒരു ജോലി തീരും. ആദ്യം നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി പറക്കാൻ വേണ്ടിയിട്ട് പുറത്താണെങ്കിൽ പുറത്ത്, വീട്ടിനകത്താണെങ്കിൽ അകത്ത് ഏതെങ്കിലും ഒരു സിങ്കിൽ കൊണ്ടുവച്ചിട്ട് ആദ്യം എല്ലാം കഴുകി പറക്കി പിന്നെ സ്ലാബിൻ്റെ മുകൾ ഭാഗം എല്ലാം കഴുകി ഇടുമ്പോഴത്തേക്ക് തന്നെ അടുക്കളയിൽ നല്ലൊരു വെട്ടം കിട്ടും. നല്ലൊരു വെളിച്ചം പോലെയൊക്കെ നമുക്ക് തോന്നി നല്ലൊരു ഉണർവും നല്ലൊരു ഉന്മേഷം നമുക്ക് തന്നെ അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ജോലി അടുക്കളപ്പണി മടിയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ടൊക്കെ നോക്കുക. നമ്മളൊരു 2-3 ദിവസമൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ മടിയായിട്ട് അങ്ങനെ തോന്നത്തുമില്ല. പിന്നെ അതുപോലെ പാചകം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ചിലർ പറയും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വയ്ക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ശരിയായി കിട്ടണമെന്നില്ല, എന്തെങ്കിലും കുറവായിട്ട് തോന്നും, ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ കൂടുതലായിട്ട് വരുവാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അടുത്ത ദിവസം ചെയ്യുമ്പോൾ അതൊന്ന് കുറയ്ക്കാനായിട്ടൊക്കെ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ശകലം കൂട്ടി കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ നമ്മളിപ്പോൾ അടുക്കളയിലുള്ള ഏത് കാര്യമാണെങ്കിലും ശരി തന്നെ അടുക്കളപ്പണിയുടെ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമല്ലാത്തവരൊക്കെ എന്തായാലും പാചകങ്ങളൊക്കെ, കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ അടുക്കളയിൽ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ആരുമില്ല അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. ഇപ്പോൾ നമ്മളെ മക്കളാണെങ്കിൽ പോലും നമ്മൾ മക്കളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിപ്പിക്കാനായിട്ടൊക്കെ നോക്കണം. കാരണം ഒരുപാട് മക്കൾക്കും ഒന്നും അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേവിക്കാനായിട്ട് അറിയത്തില്ല. നമ്മൾ വെച്ച് കൊടുക്കുന്നത് എടുത്ത് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഒരുപാട് കുട്ടികൾക്കും അറിയത്തുള്ളൂ. പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മളിൽ ആദ്യമേ നമ്മൾ ചെയ്ത് അങ്ങനെ ജോലികളിലും കാര്യങ്ങളിലും അവരെ കൂടെ ഏർപ്പെടുത്തി കൊണ്ട് വന്നുകൊണ്ട് ഇവിടെ അങ്ങനെ മടിയ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എന്തായാലും കഴിവതും പിന്നെ മടി പിടിച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ നമ്മൾ വീട്ടിൽ കൂടെ നിർത്തി പാചകവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുക്കുക. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണെങ്കിലും ഒന്ന് വയ്യാതായാലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനുഷ്യനാണല്ലോ വരും. ചിലപ്പോൾ അവരെ നമ്മൾ തനിച്ച് വീട്ടിലാക്കിയിട്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോവേണ്ടി വന്നാലും ഒറ്റയ്ക്കാണെങ്കിലും അവർക്ക് വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സ് അങ്ങനെയൊക്കെ തോന്നലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില അമ്മമാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ തീർത്തും എല്ലാവരുടെ അടുത്തും അല്ല. പിന്നെ ഇതിപ്പോൾ ഒരു നെഗറ്റീവായിട്ടോ അങ്ങനെ ഒന്നും എടുക്കരുത്. ഇതിപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ തോന്നി, എനിക്കൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് കുട്ടികളും ഒത്തിരി മക്കൾ ഇപ്പോൾ ഫോണിന് അഡിക്റ്റായിട്ടുള്ള രീതിയിൽ പോകുന്നതിനെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്ന് വെച്ചാൽ മക്കൾ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാർ തന്നെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യിക്കുക. വലിയ മക്കളാണെന്നുണ്ടെങ്കിൽ തീരെ അവരുടെ സ്വന്തം കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ടൊക്കെ നോക്കണം. പിന്നെ മക്കൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ടോ നമ്മളെ മക്കളിപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളടുത്ത് വന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സും കൂടെ കാണിക്കണം. നമ്മൾ കൂടുതലായിട്ട് അവരുടെ അടുത്ത് വർത്താനം നമ്മൾ പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർക്ക് നമ്മളടുത്ത് ഒരു ഒളവും മറവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും വന്ന് പറയാനായിട്ടുള്ളൊരു മനസ്സ് തോന്നും. അപ്പോൾ അങ്ങനെയാണ് അമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മക്കളും ഏറ്റവും കൂടുതൽ കൂട്ടുകാരുടെ അടുത്ത് പറയും. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വഴികൾ തേടി അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും കണ്ട് നോക്കുക. കാരണം ഇപ്പോഴത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ രീതി, കാരണം ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ഒത്തിരി കാര്യങ്ങൾ ഞാനിങ്ങനെ അറിഞ്ഞും കണ്ടും കേട്ടും നമ്മൾ പോകുന്നതിനെ കൊണ്ട് എനിക്കിതിവിടെ പറയണമെന്ന് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ.
അപ്പോഴെന്തായാലും നമ്മൾ അടുക്കള പണിയൊക്കെ ഏതാണ്ട് ഒതുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ തിട്ടപ്പുറം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ തൂത്തുവാരി വൃത്തിയാക്കി ഇനിയിപ്പോൾ അടുക്കളയിൽ നമ്മൾ തറ തുടയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറൊക്കെ വെച്ച് കറിയെല്ലാം വെച്ചതിന് ശേഷം പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാനത് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം എനിക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തും കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എൻ്റെ അടുത്ത് ആരോ ഇതിനിടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച്, ആരെങ്കിലും വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ച്. പിന്നെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ആരാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുക്കർ എടുത്ത് വെച്ചിട്ട് കുക്കറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബക്കറ്റ് അങ്ങനെ എന്തിൻ്റെങ്കിലും മുകളിൽ വെച്ചിട്ട് ഞാൻ മൊബൈൽ പിന്നെ നിവർത്തി വെച്ചിട്ടാണ് എടുത്തത്. അതായത് നൂത്ത് നമ്മൾ വെക്കുമല്ലോ, കുത്തനെ വെക്കുമല്ലോ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അത് കുറച്ച് നാൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് എനിക്ക് ആരോ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ മൊബൈൽ നമ്മൾ ലോങ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മൊബൈൽ ചരിച്ച് വെച്ചെടുക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പിന്നീട് ഞാൻ ചരിച്ച് വെച്ച് അങ്ങനെ വീഡിയോ എടുത്ത് മുന്നോട്ട് പോയി. ഏതാണ്ട് ഇവിടെ വരുന്നത് വരെ ഈ അടുത്ത സമയത്ത് നമ്മൾ ഇപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളേ. ആ ഒരു സമയത്താണ് നമ്മൾ ദുബൈയിലുള്ള ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എനിക്കുള്ള വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ ബക്കറ്റിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ കല്ലൊക്കെ പറക്കി വെച്ചിട്ട്, കല്ലും പിന്നെ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് കാര്യങ്ങൾ ടെയിൽ ഇതൊക്കെ പറക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചേച്ചി ഇതേ കണക്ക് എനിക്കിതുപോലെ ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് അങ്ങനെ സ്റ്റാൻഡ് ചേച്ചി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിലാണ്, വലിയ സ്റ്റാൻഡിൽ നമ്മൾ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ സ്റ്റാൻഡും കൂടെ അത് നമുക്ക് വേറൊരാൾ നമുക്ക് മേടിച്ച് തന്നതാണ്. അപ്പോൾ ആളിൻ്റെ പേര് ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. അത് നമുക്ക് ഈ ഒരു ടൈലിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ചെറിയ അതായത് ഈ മണ്ടയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എനിക്ക് മേടിച്ച് തന്ന് അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ ഒരു തക്കാളി ചോറ് ഇന്നലെ രാത്രിയിൽ വെച്ചതാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കേണ്ടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് അവിടെ കൊണ്ടുവന്ന് വെളിയിൽ വെക്കാൻ പറ്റത്തില്ല. വലിയ സ്റ്റാൻഡാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സൈഡിൽ വെക്കാം. പക്ഷേ അല്ലാതെ നമുക്കിപ്പോൾ പെരയിടത്തിലൊക്കെ പോയിട്ട് വിറകെടുക്കാൻ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മോളോ അല്ലെങ്കിൽ മോന ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും എടുത്തേരും. ഇപ്പോൾ മോനില്ലാത്തതിനെ കൊണ്ട് കൂടുതലും പുറത്തുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ മോളാണ് എടുത്ത് തരുന്നത്. പിന്നെ ഇപ്പോൾ അകത്താണെങ്കിൽ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കും. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഏത് ആപ്പിലാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ മേക്കറിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതാണ് എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ മേക്കർ ഉപയോഗിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ ശരിയായി കിട്ടിയിട്ടുണ്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ മേക്കർ എടുക്കുക, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അത് ഒരെണ്ണം എടുത്തിട്ട് അങ്ങനെ വഴി വേണം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ളത്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് പിന്നെ ഇതിപ്പോൾ വോയിസ് കൊടുക്കണമല്ലോ. വോയിസ് കൊടുക്കുന്നപ്പോൾ അറിയാമല്ലോ ഞാനാണ് വോയിസ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ പുറത്തുള്ള ശബ്ദങ്ങളെല്ലാം വോയിസ് കുറച്ചിട്ടിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തപ്പുറത്താണെങ്കിൽ പിങ്കി ഉണ്ട്. പിങ്കി ഭയങ്കര ബഹളമാണ്. പൂച്ചയൊക്കെ ചെല്ലുന്ന സമയത്ത് പിങ്കി ആരാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പട്ടിക്കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ പുറത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ വെളിയിലുള്ള ഇതൊക്കെ കേൾക്കുമ്പോൾ ചില സമയത്ത് എന്തെങ്കിലും മീൻ വണ്ടിയിൽ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഹാണടിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് മൈക്ക് സെറ്റ് എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് ലോങ് വീഡിയോ ഇട്ട് പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ വീഡിയോയുടെ കാര്യങ്ങളെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ മേക്കർ എടുക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇതിനകത്ത് തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പൈസ അടയ്ക്കണമെന്നൊക്കെ ചോദിച്ച്. ഇതിന് പൈസയൊന്നും അടയ്ക്കേണ്ട, ഫ്രീ ആപ്പാണ്. അതല്ലാതെ നമുക്ക് വേറെ ആപ്പുകളുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞതിന് ശേഷം എന്തായാലും മറ്റുള്ള ആപ്പുകൾ ഒഴിവാക്കിയിട്ട് വീഡിയോ മേക്കർ എടുത്തിട്ട് അതുവഴി വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരി ഇടാറായിട്ടുണ്ട്. നേരത്തെ തന്നെ വെള്ളം തിളച്ച് കിടക്കണ തീയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കാണെങ്കിൽ കുറച്ച് തുണി കിടന്ന് അങ്ങനെ അത് കഴുകി ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. ഞാനിത് കുടുംബശ്രീയുടെ അരി ഉണ്ടല്ലോ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ അരി മേടിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല ചോറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇതാണ് മേടിക്കുന്നത്. നേരത്തെ നല്ലതുപോലെ വെള്ളം വെട്ടിത്തിളച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ തീയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു തിളയ്ക്കുന്ന ആ ഒരു തിളപ്പൊന്ന് കാണാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കണം. പിന്നെ രാവിലെ തന്നെ ഇവിടെ നിന്ന് മീൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കൊഴിയാള മീൻ മേടിച്ച് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കറി വെക്കണം. അപ്പോൾ അത് കറി വെക്കണമെങ്കിൽ മുളക് മല്ലി ഞാൻ പൊടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മല്ലി ആവശ്യത്തിന് മുളകും എടുത്ത് പിന്നെ ലേശം കുരുമുളകിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മല്ലിയും മുളകും കൂടെ ഒന്ന് വറുത്ത് ഇനിയിപ്പോൾ അതിനൊന്ന് പൊടിച്ചെടുക്കണം.
പിന്നെ ഇപ്പോഴും നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ടെല്ലാം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. മല്ലിമുളക് നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം ഉലുവാപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കടുകിന് പകരം ഞാനിവിടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ശകലം നമ്മൾ മീൻകറിക്ക് ഇട്ടാലും കുറച്ച് പച്ച ഉലുവ ചേർത്തിട്ടൊന്ന് വെക്കണേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. 2 തണ്ട് കറിവേപ്പിലയും 2 തണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, അപ്പോൾ അതും കൂടെയൊക്കെ കട്ട് ചെയ്തതും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ ഉപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടൊക്കെ ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ എത്ര ഉപ്പ് പൊടി ഇട്ട് കൊടുത്താലും എനിക്ക് അമിതമായിട്ട് അതിങ്ങനെ കൂടി വരുമല്ലോ, അതായത് മുന്നിലോട്ട് നിൽക്കും ഉപ്പ് പൊടി ഇടുമ്പോഴത്തേക്ക്. ഭയങ്കര ഉപ്പ് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കി. എനിക്കിതാണ് കൂടുതലായിട്ട് യഥം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ വെക്കുമ്പോഴത്തേക്ക് കൂടുതൽ ഇങ്ങനെ ഉപ്പ് പൊടിയിലുള്ള മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് അടിഭാഗത്തോട്ടൊക്കെ പോകും. പിന്നെ നല്ല വൃത്തിയുള്ള ഉപ്പ് പൊടിയൊക്കെ വരാറൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ഇങ്ങനെ ശീലിച്ച് വന്നതിനെ കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണമ്പുള്ളി ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ടിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അടുക്കളയിൽ വേവിക്കാനായിട്ടൊക്കെ കയറി വരുമല്ലോ, വരുന്ന സമയത്ത് നമ്മൾ അടുക്കള മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയാക്കി. പിന്നെ ഇപ്പോഴും നമ്മളിങ്ങനെ തുടച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ കടുക് വറുത്ത് ഇങ്ങനെ പൊട്ടിക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ പച്ചയായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ തെറിച്ച് വീഴും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കണേ. പിന്നെ അതുപോലെ മിക്കുള്ള സ്ഥലത്തും എനിക്കറിയുന്നതും അതുപോലെ തന്നെ ചില അടുപ്പുകളൊക്കെ ഞാൻ വീഡിയോയിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ചില അടുപ്പുകൾ ഒട്ടും വൃത്തിയില്ലാതെ കിടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അടുപ്പായിരിക്കും, പക്ഷേ കറികളൊക്കെ മൊത്തത്തിൽ വീണ്, ചായ തിളച്ച് വീണ്, അങ്ങനെയൊക്കെ വീണ് കിടക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ എനിക്ക് അറിയുന്നവരടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയണത് എന്താണെന്നറിയോ, പിന്നെ എന്തായാലും നമ്മൾ വീണ്ടും അതിൽ തന്നെയാണല്ലോ വേവിച്ചെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ ഒരു അടുപ്പ് തന്നെ 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 4 കട്ടയുണ്ടല്ലോ അടിഭാഗത്തിരിക്കുന്നത്, അതിൽ ഒരെണ്ണത്തിന് മാത്രമേ കംപ്ലയിൻറ്റ്, അതായത് ഇളവി വരുമല്ലോ, അങ്ങനെ വന്നിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ അടുപ്പിനൊന്നൊരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ട്, ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ആർക്കും പറ്റാതെയൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമ്മൾ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണേ. പിന്നെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പഴുത്ത മാങ്ങ ഉള്ളതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവിലെ മാങ്ങ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് മാങ്ങ പറക്കിക്കൊണ്ട് വന്ന് മോളെ ജ്യൂസ് അടിച്ച് 1-2 കഷ്ണങ്ങളൊക്കെ അറിയാതെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മീൻകറി നന്നായിട്ട് വറ്റിച്ചെടുത്ത് ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്നതുകൊണ്ട് കളർ കുറവായിട്ട് തോന്നും. ബാക്ക് ക്യാമറ ഓണാക്കി കാണിക്കുമ്പോൾ നല്ല അടിപൊളി കളർ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമുക്ക് ചോറ് നമ്മളെ കൊഴിയാള മീൻകറിയാണ്. അപ്പോൾ എന്തായാലും ഞാനും മാത്രമായിട്ടുള്ള നമ്മളെ കുക്കിങ്ങിൻ്റെ വീഡിയോയും പിന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.